ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രാമൻ്റെ സ്കൂളിൽ പോയിട്ട് ബാഗും ബുക്കും യൂണിഫോമൊക്കെ വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ രാമൻ റെഡിയായിട്ട് വണ്ടിയിൽ വന്ന് നേരത്തെ തന്നെ ഇരിപ്പുണ്ട്. യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കാമേ എന്നൊക്കെ ചോദിക്കാൻ എന്നോട് ഹായ് ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നേരെ അജുവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള വീഡിയോസൊന്നും എടുത്തില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയതൊന്നും ഉണ്ടായില്ല. കാരണം ആകെ ഞാൻ പുട്ട് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അത് കഴിച്ചിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം ഇന്ന് യൂണിഫോമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് 2 ദിവസത്തേക്ക് വീട്ടിലുണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നിൽക്കാൻ പോകാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കടപ്പുറം കേട്ടോ, ബീച്ച് സൈഡാണ്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഈ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ. കണ്ടില്ലേ, നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വൈകുന്നേരമൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഇവിടെ കുറേ പേര് വന്നിരിക്കലും വീഡിയോ എടുക്കാനും പല കാര്യങ്ങളും ഇവിടെ റീൽസൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേര് അവിടെ വരാറുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ രാമൻ്റെ സ്കൂളിൻ്റെ വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരെ ചെന്ന് ബുക്കും യൂണിഫോമൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തി. രാമൻ്റെ ഇങ്ങനെ പുറത്ത് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഗേറ്റ് രാമൻ്റെ സ്കൂളിലെ ആൻറ്റീനെ കണ്ടോ. അപ്പോൾ അവിടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണം. അജ് കയറിയില്ല, അജ് പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ pre-KG ഓൾറെഡി ബിസി തന്നെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആൻറ്റി കേട്ടോ അത്. പിന്നെ അവന് LKG ഇപ്പോൾ ബിസി എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ തന്നെ ആക്കിയത്. നമ്മുടെ വൈപ്പിൻകരയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്കൂളാണ് കേട്ടോ ബിസി. മോണ്ടസോറി ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്, സിലബസ് അവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് KSF-യിൽ കുറി കാശ് അടക്കാനുണ്ടായിരുന്നു. KSF. അപ്പം ഞാറക്കയിലാണ് കേട്ടോ ഈ സ്ഥലം. ഞാറക്കയിലുള്ള KSF ബ്രാഞ്ചാണ്. അപ്പോൾ അവിടെ വന്നത് കുറിപ്പ് കാശ് അടക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് അകത്തോട്ട് പോയപ്പോഴേക്കും രണ്ടുപേരും കൂടി കിടന്ന് അവിടെ വളരെ എന്താ പറയുക, രണ്ടുപേരും കൂടി അവിടെ നമ്മളിട്ട് കഷ്ടപ്പെടും. അവിടെ കയറുന്നു, ഇവിടെ കയറുന്നു, ചവിട്ടിയിൽ കിടക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഒച്ചപ്പാടെടുക്കുന്നു, അച്ചാന്ന് വിളിക്കുന്നു. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ കാശൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീടിൻ്റെ വഴിയെത്തി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. 2 ദിവസം നമുക്കൊന്നും ചെയ്യണ്ട, ജോലിയൊന്നും ചെയ്യണ്ട, ചുമ്മാ ഇരിക്കാൻ. അങ്ങനെ വീട്ടിലെത്തിട്ടോ. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ വഴി. എൻ്റെ വീട് എടവനക്കാടാണ് കേട്ടോ. എടവനക്കാട് ഹൈസ്കൂൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പുണ്ട്. അതിൻ്റെ പടിഞ്ഞാറാണ് എൻ്റെ വീട്. ഈ കാണുന്നതാണ് എൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അജു ആദ്യമേ തന്നെ നടന്ന് പോവാണ് കേട്ടോ. വീട്ടിലിപ്പോൾ ആരും ഉണ്ടാവില്ല. അമ്മ ജോലിക്ക് പോയി കാണും. അച്ഛൻ ഇന്ന് ജോലിക്ക് പോയിട്ടില്ല എന്ന് അമ്മ പറഞ്ഞായിരുന്നു. അച്ഛൻ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ പുറത്തെന്തോ ആവശ്യത്തിന് വേണ്ടി പോയേക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അകത്തോട്ട് കയറി. അപ്പോൾ എൻ്റെ അച്ചാമ്മയുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കാണിച്ചു തരാം. അച്ചാമ്മ എന്തെങ്കിലും പണിയിലൊക്കെ ആയിരിക്കും. ഇതാണ് എൻ്റെ അച്ചാമ്മ. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെട്ടം കുറവായിരിക്കും കേട്ടോ വീഡിയോയ്ക്ക്. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാനറിയാതെ ഇങ്ങനെ ഫോൺ നേരെ പിടിച്ചാണ് എടുത്തത്, ചരിച്ച് പിടിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നത് ഒരു നേരെയുള്ള പോർഷനിലായിരിക്കും. മര്യാദക്കായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ദിസ് ഇസ് മൈ ഫസ്റ്റ് ട്രൈ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ഇനി വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് നമുക്കത് ഓക്കെ ആക്കാം. ഓക്കെ.
പിന്നെ അച്ഛൻ വന്നതിന് അച്ഛനിട്ട് രാമൻ കടയിലോട്ട് പോണതാണ് കണ്ടത്. കടയിൽ പോയി വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം രാമന് കടയിൽ പോകണം. അവൻ എപ്പോഴും കടയിൽ പോവുക, അച്ഛനെ കൊണ്ട് ഓരോന്ന് വാങ്ങിപ്പിക്കുക, തിന്നുക. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടും. ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ കടയിൽ പോയി മിഠായി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനിങ്ങനെ അപ്പം മിഠായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മിഠായിയൊക്കെ വാങ്ങിച്ച് വന്നു കേട്ടോ. മിഠായി കൊണ്ടുവന്ന് എന്നെ കാണിക്കണേന് നേനാ മിഠായി അങ്ങനെ ഞാൻ അച്ഛനെ പഴം വാങ്ങാൻ വിട്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിലൊക്കെ പോയി എല്ലാ കാര്യം കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയായി ഞങ്ങൾ എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവിടെ പുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ പഴവും അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ച് പുട്ടും പഴവും ചായയും കൂടി കുടിച്ച് അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോയിട്ടുണ്ട്. ആൾ വന്ന് പിന്നെ അച്ഛനും മക്കളും കൂടി ക്രിക്കറ്റും ബോൾ കളിയും കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് പോകാനായി. അങ്ങനെ ആൾ പോയിട്ടോ. അപ്പോൾ ആൾ പോകുമ്പോൾ അച്ഛൻ പോകണ്ട അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് രാമൻ പുറകെ നടക്കുന്നതാണ്. ഞാനും വരട്ടെ. വണ്ടിക്ക് പോകാൻ 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിക്ക് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രശ്നമില്ല. പക്ഷേ അടങ്ങിയിരിക്കാൻ അത് പിന്നെ കുട്ടികളല്ലേ, അവർക്കത് പറ്റില്ല. അങ്ങനെ ഇതാണ് കേട്ടോ രാമൻ്റെ ബാഗ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി വാങ്ങി തന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് തന്നെ ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചത്. അത് നല്ല ബാഗായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ പക്ഷേ ഇത് പുതിയത് കിട്ടിയതുകൊണ്ട് ഇപ്പം നമ്മൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് രാമൻ്റെ റെഗുലർ ഡേയ്സിലുള്ള യൂണിഫോം. ബുധനാഴ്ചത്തേക്കുള്ള യൂണിഫോം വേറെയാണ് കേട്ടോ, അതും കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് റെഡ് കളർ തന്നെയായിരുന്നു, പക്ഷെ അത് ബനിയനായിരുന്നു. ഇതിപ്പോൾ ഷർട്ടും ട്രൗസറും. പിന്നെ ഇത് ബുധനാഴ്ചത്തെ യൂണിഫോമും ബുക്സൊക്കെയാണ് കാണുന്നത്. ഞാനപ്പോൾ എപ്പോഴാണ് എടുത്ത് നോക്കണത്. അപ്പോൾ രാമൻ വന്ന് അമ്മയെ ഞാൻ സഹായിക്കാം, ഞാൻ പൊട്ടിച്ച് തരാം, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവൻ പൊട്ടിച്ച് ഹെൽപ്പ് ചെയ്യണുണ്ട് എന്നെ. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ കാണിക്കാം. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് എടുക്കാൻ രാമനാണ് കേട്ടോ കൂടുതൽ ഇൻട്രസ്റ്റ്. അവൻ മറ്റേ ജിയോ മച്ചാൻ എന്നൊക്കെ പറഞ്ഞ് മറ്റേ എംഫോട്ടൊക്കെ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ജിയോ മച്ചാൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ്. അപ്പോൾ എപ്പോഴും ഈ മച്ചാമാരെന്ന് പറയുമ്പോൾ നമുക്കും ടി വിയിൽ വരണ്ടേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാലേന്ന് വിചാരിച്ചിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ ബുധനാഴ്ചത്തെ ട്രൗസറാണ് കേട്ടോ രാമനെ കാണിച്ചത്. ബുധനാഴ്ച റെഡ് ബനിയനും കോളറിലും കയ്യിലും ഇങ്ങനെ വൈറ്റ് ലൈൻസ് വരുന്നതുമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജുവും അപ്പുറം വന്നിട്ടുണ്ട് എല്ലാം കുളമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാമനെല്ലാം വെച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. അവന് ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇഷ്ടമായി. അങ്ങനെ ഞാൻ ബുക്കൊക്കെ കാണിച്ച് അവനും കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവർ CBSE തന്നെ ഓറഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്, സിലബസാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, മാത്സ് ഇത്ര സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് ഇത്ര സബ്ജക്റ്റാണ് കേട്ടോ പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷമിച്ചേക്കാം. പിന്നെ അവർക്ക് നോട്ട്ബുക്കായിട്ടുള്ളത് 4 ലൈൻസും 2 ലൈൻസും പിന്നെ മറ്റേ കള്ളി മാത്സ് എഴുതാൻ പറ്റുന്ന സ്ക്വയർ ബോക്സൊക്കെ ഉള്ളൊരു ബുക്കാണ് കേട്ടോ ഉള്ളത്. അതിനെന്താ പേര് പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കണ്ടോ ഇങ്ങനത്തെ ഒരു ബുക്ക്. അത് കഴിഞ്ഞിട്ട് അജു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബുക്കൊക്കെ എടുക്കാനും ഇതാക്കാനും ഒക്കെ. ഞാൻ അപ്പം തന്നെ ബുക്കൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാനുള്ള ഇതിലാണ് കേട്ടോ എല്ലാം എടുത്ത് ബാഗിൻ്റെ ഉള്ളിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാഗിൻ്റെ ഭംഗി നോക്കാം കേട്ടോ. മാർവൽ അത് കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് വൈകുന്നേരമായപ്പോൾ. അപ്പോൾ ഒരു പൂച്ച വന്നു. എൻ്റെ ദൈവമേ, ആ പൂച്ചനെ വീട്ടിലോട്ടാകാൻ കയറ്റില്ല. അജു ഇങ്ങനെ അതിനെ ഓടിച്ച് വിടുകയാണ്. അപ്പോൾ ചേട്ടൻ ചെല്ലാണ് പൂച്ചനെ കണ്ടുകൊണ്ട് പോകുന്നു പറയാനായിട്ട്. അങ്ങനെ അവസാനം പൂച്ച
രക്ഷയില്ലാന്നുണ്ട് മതിൽ ചാടി അപ്പുറത്തോട്ട് പോകും. ഇത് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീടാണ് കേട്ടോ. ഇവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയാണുള്ളത്. ഞങ്ങളെപ്പോൾ ഇവിടെ വീട്ടിൽ വന്നാലും രാമൻ എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. രാമൻ അവിടെ പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവൻ അവിടെയാണ് എപ്പോഴും. അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും കൂടെ ആയിരിക്കും കേട്ടോ. ഇപ്പം അജുവും പോകാൻ തുടങ്ങി. അങ്ങനെ പൂച്ചനെയൊക്കെ ഓടിച്ച് വിട്ടിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ കാണിച്ചു തരാമെന്ന്. എൻ്റെ വീട്ടിൽ പണ്ട് ഇതിനേക്കാളും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഇങ്ങനെ ഓരോ കാര്യം കഴിയുമ്പോൾ പോകും. നമ്മളിങ്ങനെ ചില ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ വൃത്തിയാക്കലൊക്കെ ആയിട്ട് അങ്ങനെ പറിച്ച് കളയും. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും വീണ്ടും. ഇപ്പോൾ കുറേ മുളകും റോസയും കുറേ മുളക് കായ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേ പൊട്ടിച്ചു. അങ്ങനെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ചാമ്മയും ചെയ്യും, എൻ്റെ അമ്മയും ചെയ്യും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ അമ്മയുടെ പണിയാണ്. അച്ചാമ്മ പണ്ട് അങ്ങനെ ഇതിപ്പോൾ റോസ, അങ്ങനെ കറ്റാർവാഴ, കുറേ കാര്യങ്ങളുണ്ട്. പണ്ട് എൻ്റെ വീട്ടിൽ ഇഷ്ടമായ പച്ചക്കറികളുണ്ടായിരുന്നു. പച്ചക്കറികൾ എല്ലാ പീച്ചിങ്ങ, മത്തങ്ങ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അച്ചാമ്മ കൃഷി ചെയ്യുമായിരുന്നു. ഇഷ്ടമാതിരി കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. ഇതിപ്പോൾ അമ്മയുടെ പരിപാടികളാണ്. പിന്നെ കുറേ ഇലച്ചെടികൾ നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് കുറേ വളഞ്ഞുകൂടി കിടക്കുന്നുണ്ടോ, അത് മുല്ലയാണ്. പിന്നെ മാവ് നിൽപ്പുണ്ട്. മുന്നേ ഈ വീടിൻ്റെ ഗേറ്റ് നിൽക്കുന്ന ഫ്രണ്ടിൽ തന്നെ വലിയൊരു പ്ലാവ് ഉണ്ടായി. അത് ഞങ്ങൾ ഗേറ്റ് വെക്കാനും പിന്നെ അതിൻ്റെ കുറച്ച് മതിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളത് മുറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ അത് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ മുല്ല നിൽപ്പുണ്ട്. പിന്നെ അരളിച്ചെടി നിൽപ്പുണ്ട്, തുളസി നിൽപ്പുണ്ട്, കറ്റാർവാഴ നിൽപ്പുണ്ട്. അരളിച്ചെടി ശരിക്കും ഇത് വലുതായിരുന്നു കേട്ടോ. വലുതും പൂവൊക്കെ ഇടുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് പണ്ടൊരു കുറച്ച് നാൾ മുന്നേ ഒരു വാർത്ത വന്നു, പൂ കഴിച്ചിട്ടൊരു പെൺകുട്ടിയെ മരിച്ചതായിട്ട്. അപ്പം അച്ഛന് പേടിയായി. ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതാണ്, അത് വെട്ടിക്കളയണം പറഞ്ഞാൽ അച്ഛൻ വെട്ടിയിട്ട് ഇപ്പം അത് കിളുത്ത് പിടിച്ച് മര്യാദക്ക് വരുന്നുള്ളൂ. പിന്നെ ഇതെന്തോ കണിക്കൊന്നേ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ടുവന്ന് വെച്ചതാണ്. എപ്പോഴും കായ്ക്കുന്ന കണിക്കൊന്ന. എനിക്കറിയില്ല ശരിക്കും ഇത് തന്നെയാണോ എന്നറിയില്ല കേട്ടോ. പിന്നെ ഇത് മറ്റേ ശവനാറിപ്പൂവ്, ഇതിൻ്റെ തന്നെ 2 വെറൈറ്റി ആയിട്ട് വീട്ടിലുണ്ട് കേട്ടോ. ഇതേ വീണ്ടും കറ്റാർവാഴ, മുളക്. പിന്നെ ഇത് ചാമ്പക്ക മരമാണ് കേട്ടോ. വെള്ള ചാമ്പക്കയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് വലുതായിക്ക്. ഇത് വെള്ള ചാമ്പക്കയാണ് കേട്ടോ. ഈ മരം ശരിക്കും പറഞ്ഞാൽ നേരെ നിന്നിരുന്നതാണ്. അത് കണ്ടില്ലേ, ഇപ്പം ഇത്രയും ചാന് നേരെ നിന്നിരുന്നതാണ്. ഇതിൻ്റെ വേര് അടിയിലേക്ക് മര്യാദക്ക് പോയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഓരോ വർഷം ചെല്ലും തോറും ഇങ്ങനെ ചാന് ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടോ ഈ മരം. എപ്പോഴെങ്കിലും ഇത് തന്നെ വീഴുമ്പോൾ അത് വെട്ടിക്കളയെന്ന് നിൽക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് എൻ്റെ അമ്മ വന്നു. 2 പേരും റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ ഞാൻ തന്നെ ചെന്ന് ഗേറ്റ് പൂട്ടിയിട്ടേക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ വന്നിട്ട് അമ്മനെ കിടന്ന് വിളിച്ചപ്പോൾ അമ്മ അവരെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാണ്. ഗേറ്റ് തുറന്നു കൊടുത്തു. ഇനിയിപ്പോൾ വരുമ്പോൾ തന്നെ തുടങ്ങും അമ്മനോട് മിഠായി വാങ്ങിച്ചില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ വെച്ചാൽ ഇങ്ങനെ പുറത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ എപ്പോഴും ഇങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. അച്ചാമ്മ അപ്പോൾ അതേ ചൂലെടുത്ത് പെരടിക്കാൻ വേണ്ടി വന്നിട്ടോ. വീട്ടിൽ ചെന്നാൽ ഞാനൊന്നും ചെയ്യാറില്ല, ഒരു കാര്യം ചെയ്യാറില്ല. ഞാൻ കൂടുതലും വെറുതെ ഇരിക്കുകയാണ് പരിപാടി. അപ്പോൾ അതേ അമ്മ ബോൾ എന്തോ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിള്ളേർക്ക് കൊടുത്തു. അങ്ങനെ 3 പേരും കൂടി വരുന്നുണ്ട്. അമ്മ അപ്പോൾ അവരോട് വിശേഷമൊക്കെ ചോദിക്കാനുണ്ടോ. അപ്പോൾ രാമൻ ബാഗിൽ തന്നെ തപ്പുള്ളൂ. അമ്മ എപ്പോൾ വരുമ്പോഴും ബാഗിൽ തപ്പുള്ളൂ. ഒന്നും വാങ്ങിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവന് ദേഷ്യം വരും. അപ്പോൾ അമ്മ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്കോബാർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് എപ്പോൾ വാങ്ങുമ്പോഴും നമുക്കും ഇല്ലാണ്ട് വരില്ലല്ലോ. അങ്ങനെ 3 ചോക്കോബാർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തരാൻ വേണ്ടി വരാൻ കേട്ടോ ഒരെണ്ണം. അപ്പോൾ അവൻ്റെ വലുതും ചെറുതും നോക്കണേണ്. മോനെ ഇതെല്ലാം ഒരു റേറ്റിൻ്റെയാണ്, വലുതും ചെറുതില്ല എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവുമൊന്നുമില്ല. അവൻ വലുതും ചെറുതും നോക്കി അതൊക്കെ ഓക്കെ ആയെന്നൊക്കെ തോന്നുമ്പോൾ മാത്രമേ അത് എനിക്ക് തരുള്ളൂ. എനിക്ക് നല്ല ആൾക്ക് കൊടുക്കുമ്പോൾ അവന് വലുതും ചെറുതും നോക്കണം. രാമൻ അങ്ങനെയാണ്. പിന്നെ ഞങ്ങളതൊക്കെ തിന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ചായ കുടി കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. അപ്പോഴേക്കും അച്ഛൻ വന്നു കേട്ടോ. അച്ഛനെ ഞാനൊരു സാധനം വാങ്ങാൻ വേണ്ടി വിട്ടേക്കായിരുന്നു.
എന്താണെന്നല്ലേ കാണിച്ചു തരാം. വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് അച്ഛനും അമ്മേനെയും വിടും. അപ്പം പറയുമ്പോൾ തന്നെ അച്ഛൻ വാങ്ങിച്ചു തരികയും ചെയ്യും കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും അങ്ങനെ വീട്ടിൽ പോകണമെന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ എനിക്കുള്ള സ്പെഷ്യലായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാനപ്പം തന്നെ വാങ്ങിച്ചു, എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോഴേക്കും രാമൻ വാങ്ങാൻ വേണ്ടി വരണേ കേട്ടോ. ഞാനത് അവന് കൊടുത്തില്ല, അവനത് തിന്നേമില്ല കേട്ടോ, അത് വേറെ കാര്യം. രാമൻ അങ്ങനെ എന്താ പറയുക, കുറേ കാര്യങ്ങളൊന്നും കഴിക്കൂല, അവന് ഇഷ്ടമല്ല. മുട്ട, പഴം, ചിക്കൻ, കുറേ മീനുകൾ, പിന്നെ ഇറച്ചി, ഇതൊന്നും രാമൻ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ KFC അല്ല, ഇത് നമ്മുടെ ക്രഞ്ചി ചിക്കനൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇവിടെ 3-4 ഷോപ്പുകളുണ്ട് നമ്മുടെ ഈ നാരമ്പലം, എടവനക്കാട്, ആ വാച്ചാക്കൽ ഭാഗങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. നമ്മുടെ സ്ഥലങ്ങളുടെ പേരാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ നായരമ്പലത്തു നിന്ന് പോയി അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ക്രഞ്ചി ചിക്കൻ, KFC ചിക്കൻ. അങ്ങനെ KFC ചിക്കനൊക്കെ കഴിച്ചു. കുറച്ച് നേരം പിന്നെ ചിക്കൻ്റെ പുറകെ പോയി ഞാൻ. കുറേ നാളായി KFC ചിക്കൻ കഴിച്ചിട്ട്. ഞങ്ങളൊരു ദിവസം ലുലു മാളിൽ പോയപ്പോൾ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. അതിൻ്റെ അച്ചാമ്മ ചിക്കൻ കഴിക്കില്ല കേട്ടോ, അച്ചാമ്മ കഴിച്ചില്ല. ഞാനും അമ്മയും അച്ഛനും കൂടി കഴിച്ചു. പിന്നെ അജുവും രാമനും സോസ് വേണോട്ടാണെന്ന് പറഞ്ഞ് സോസിൻ്റെ പാക്കറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ്റെയും മിഠായിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കോലുമിഠായി കണ്ടു. അപ്പോൾ അതും കഴിച്ചു. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള സമയമൊക്കെ ആയി, വിളക്ക് കത്തിച്ചു. ഇനി പ്രാർത്ഥനയാണ് കേട്ടോ. അച്ചാമ്മയും അമ്മയും ഞാനും ഒക്കെ ചെറുതായിരുന്ന സമയത്തും വീട്ടിലായിരുന്നപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴും സന്ധ്യ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പിള്ളേരായതിനു ശേഷം ഇപ്പോൾ ഒട്ടും സമ്മതിക്കില്ല. വിളക്കിൽ വന്ന് ഊതലും കിടത്താൻ നോക്കലും ഊതിക്കിടത്തലും ഭയങ്കര മേളാങ്കമാണ്. അങ്ങനെ നമുക്കൊരു ഇത് കിട്ടാണ്ടായപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കത്തിക്കലില്ല. പക്ഷെ എനിക്ക് വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനും ആ ഒരു ഡിവൈനായ സ്പിരിച്വൽ ആ ഒരു മൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ അമ്മ വന്ന് അമ്മക്ക് യൂണിഫോമും നോട്ട്ബുക്കും ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫോൺ ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഇന്നേവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മ എന്താണ് ഫോൺ അങ്ങനെ വെച്ചേക്കണേന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, ഞാൻ യൂട്യൂബ് ചാനലിൽ ഇന്ന് മുതൽ വീഡിയോ ഇടാൻ പോവാണ്, ഇന്നാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്തു, ഡേ ഇൻ മൈ ലൈഫ് ഇടാണ്, രാമൻ്റെ ബുക്ക് വാങ്ങാൻ പോയതാണ് ഇടുന്നത്, ഇപ്പം ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ ബുക്കും ഇതൊക്കെ കാണിച്ച് തരുന്നത് വീഡിയോ എടുക്കുകയാണ്, ഇതാണ് രാമൻ്റെ ബുക്ക്. അപ്പോൾ അമ്മയ്ക്ക് ബുക്കൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ രാമൻ്റെ LKG പഠിക്കണ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ യൂട്യൂബിൻ്റെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. യൂട്യൂബിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ പോവാണ്, വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പോൾ യൂട്യൂബിൽ ഇടണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട്. അതൊക്കെ അമ്മനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്നെ കാണൂല്ലേ യൂട്യൂബിൽ. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇനി ഫേമസ് ആകാൻ പോവുകയാണ്, അതുകൊണ്ട് കാണും, ഇനി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. എന്താണെന്ന് കണ്ടറിയാം. അങ്ങനെ ബുക്കൊക്കെ ഇങ്ങനെ തുറന്ന് കാണിച്ചു. സത്യം പറഞ്ഞാൽ പഠിക്കാൻ തോന്നുന്നു ഇവരുടെ ഈ ബുക്കൊക്കെ കാണുമ്പോൾ. LKG നല്ല രസമാണ് കേട്ടോ, പാഠഭാഗങ്ങളും കാര്യങ്ങളും. പിന്നെ കുറേ പാട്ടൊക്കെ നമുക്കറിയാവുന്നതൊക്കെ തന്നെയാണ്. നമ്മൾ സ്ഥിരം ഇവിടെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കോക്കോമെലൻ, അങ്ങനെ പിള്ളേർ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. TV ആണെങ്കിൽ അവർ കേൾക്കുന്ന കുറേ സോങ്ങും കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി അവർ കേൾക്കുമ്പോൾ അവർക്ക് സിമിലർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അജുദേ ഫോണിലോട്ടൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നുണ്ടോ. അജുനോട് ഇപ്പോൾ നമ്മൾ ഹായ് ബായ് ഒക്കെ പറയാൻ പറഞ്ഞവൻ പറയും. കാരണം TV ഇവർ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അതിലിപ്പോൾ ഒന്ന് മറ്റേ M4 മച്ചാൻ, ആ ചേട്ടൻ്റെ ജിയോ മച്ചാൻ്റെ വീഡിയോ കാണാറുണ്ട്. പിന്നെ വ്ളോഗ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള നിഗി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടീച്ചറെ, അവരുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയണിട്ട് ഹായൊക്കെ പറയണിട്ട് ഇവർ രണ്ടുപേരും അതൊക്കെ പറയും. പിന്നെ വൈകുന്നേരത്തേക്കുള്ള മീൻകറി വെക്കലാണ് അമ്മ. രണ്ടുപേരും അടുക്കളയിൽ ഓരോരോ കുസൃതികളും കുറുമ്പൊക്കെ കാണിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ചാമ്മയുടെ നാമം ചൊല്ലലും കഴിഞ്ഞതേ അച്ചാമ്മ TV വെച്ചിട്ടുണ്ട്. TV വെക്കണം എന്തിനാണെന്നറിയാമല്ലോ, സീരിയൽ കാണാൻ തന്നെ. അപ്പോൾ അത് TV വെച്ചപ്പോൾ ഈ ഒരു ചാനലാണ് വന്നത്. അപ്പോൾ അത് മാറ്റി ഏഷ്യാനെറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചേക്കാണ് കേട്ടോ. ഏഷ്യാനെറ്റിൽ അച്ചമ്മക്ക് ഈ സമയം സീരിയൽ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
എൻ്റെ ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ കാണുന്നതാണ് ഈ ഒരു രീതി കേട്ടോ. ഇതിന് ഇതുവരെ ഒരു മാറ്റമില്ല. ഇൻ കേസ് എങ്ങാനും നമ്മൾ വെച്ച് കൊടുത്തില്ലെങ്കിൽ അച്ഛമ്മ അതും പറഞ്ഞ് നല്ല കണക്കായിരിക്കും. പിന്നെ അത് ആ ഒരു രീതിയിൽ അങ്ങോട്ട് പോട്ടെ, ഞങ്ങൾ അച്ഛമ്മയുടെ സന്തോഷം അങ്ങനെ ഞങ്ങൾ വിടും. പിന്നെ അതേ ഞാൻ കുറച്ച് നേരം ദിവാങ്കോട്ടിൽ കിടക്കാമെന്ന് പറഞ്ഞ് ചെന്നതാണ്. പക്ഷെ എൻ്റെ 2 കുരുപ്പുകൾ എന്നെ കിടത്തിയില്ല കേട്ടോ. അവരപ്പോൾ എന്നെ കളിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം ഞാനും അമ്മയും രാമനും കൂടി ഇങ്ങനെ കളിക്കുകയാണ്. ബോൾ തട്ടി കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് പക്ഷേ ഞാൻ ഓൾറെഡി ചിക്കനൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. 8:30 ആയി. പക്ഷെ എനിക്ക് നല്ല ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നല്ല ക്ഷീണം. നിങ്ങൾ 2 കൂടി കളിക്കുക. അപ്പം ഞാൻ അങ്ങനെ 8:30 ഏകദേശം അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കളിച്ചു. പിന്നെ പിള്ളേർ ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഞ്ഞിയൊന്നും കുടിക്കാൻ തോന്നിയിരുന്നില്ല. അഞ്ചും അവിടെ എന്തൊക്കെയോ പപ്പറയങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് ഞങ്ങൾ കിടക്കാൻ വേണ്ടി സെറ്റായി വന്നു. അപ്പോൾ ഇത് 2 പേരും ലൈറ്റുമ്മ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 8:30 സമയമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഉറക്കം വന്നുകൊണ്ട് ഞങ്ങൾ നേരത്തെ കിടക്കണം. സാധാരണ ഞങ്ങൾ കിടക്കുന്ന സമയമൊന്നും ഇതൊന്നുമല്ല. ചിലപ്പോൾ 10 മണിയാവും, 11 മണിയാവും. പിന്നെ ഇന്നിപ്പോൾ വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഫുഡൊക്കെ നേരത്തെ കഴിച്ചു. അപ്പോൾ എന്തായാലും ഉറക്കം വരുന്നു. അപ്പോൾ കിടന്നേക്കാമെന്ന് വിചാരിച്ചു. ഇനി ദൈവമാരെ 2 പേരെയും പിടിച്ച് കിടത്തിയിട്ട് വേണം. അപ്പോൾ ഗുഡ് നൈറ്റ്.